ആനിവേഴ്സറിയാണ്. വളരെ മീൻസ് അത്ര വലിയ സെലിബ്രേഷനായിട്ടും കാര്യങ്ങളായിട്ടൊന്നുമല്ല. ചെറിയൊരു ഹൈഡ് ആൻഡ് സീക്ക് പോലെ 2-3 ഗിഫ്റ്റ് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഗിഫ്റ്റുകളിലൊന്നും എല്ലാ കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ പുള്ളി അപ്പുറത്തുള്ളത് കൊണ്ടാണ് മെല്ലെ സംസാരിക്കുന്നത്. 6 വർഷമായി ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്നു. എന്താണ് സ്നേഹത്തിനേക്കാൾ കൂടുതൽ അടിയും വഴക്കും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പോലും കറങ്ങിത്തിരിഞ്ഞ് എന്താണ് മറ്റേ നമ്മൾ ഈ മൗളി എറിയുന്ന എന്തോ ഒരു സാധനമില്ലേ, അതുപോലെ തിരിഞ്ഞ് ഒരുമിച്ച് തന്നെ വരുന്ന ഒരു എന്താണെന്നറിയില്ല. ഞാൻ എക്സ്ക്യൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഞാൻ ക്ഷമിക്കുമ്പോൾ പുള്ളി ദേഷ്യം കാണിച്ച് നിൽക്കും, പുള്ളി ക്ഷമിക്കുമ്പോൾ ഞാൻ ദേഷ്യം കാണിച്ച് നിൽക്കുമെങ്കിലും അറ്റ് ദ എൻഡ് നമ്മൾ ഒരുമിച്ച് എത്താറുണ്ട്. അതുപോലെ ചെറിയൊരു സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. എന്തോ കമ്പ്യൂട്ടറിൽ എന്തോ കാര്യമായിട്ടുള്ള പണിയിലാണ്. 6 വർഷത്തിലൊരു 4 വർഷം ഞങ്ങൾ പുറത്ത്, അതായത് വയനാട്ടിലോ അങ്ങനെ ഗോവയിൽ ഒരു പ്രാവശ്യം ഊട്ടിയിലൊക്കെ ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യാൻ പോയിട്ടുണ്ട്. ഇതിപ്പം കുഞ്ഞുവാവ ഞങ്ങൾ കഴിഞ്ഞ ആനിവേഴ്സറി എന്ന് പറയുമ്പോൾ മോൾക്ക് 3 മാസമായിട്ടുള്ളൂ. ഈ ആനിവേഴ്സറിയിലും 1 വയസ്സായിട്ട്, കുഞ്ഞിന് 1 വയസ്സ് 1.5 വയസ്സായിട്ടുള്ളൂ. അതുകൊണ്ട് അങ്ങനെ പോകുന്നൊന്നുമില്ല. അപ്പം നമ്മളെന്തായാലും 2-3 ഗിഫ്റ്റ് കൊടുക്കുക, ഒരു വിഷും കൊടുക്കുക എന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. മോള് എഴുന്നേറ്റ് ബഹളം വയ്ക്കുകയാണെങ്കിൽ ഈ വീഡിയോ ഉണ്ടാവുന്നതായിരിക്കില്ല. എന്നാൽ നമുക്ക് പോയി നോക്കാം. പിന്നേട്ടാ ഹാപ്പി ആനിവേഴ്സറി. ഹാപ്പി ആനിവേഴ്സറി. ഹാപ്പി ആനിവേഴ്സറി. എന്താ ഐ ലവ് യു. വെറുതെ ഒരു ലവ് യു ലെറ്റർ തന്നതാ. ഐ ലവ് യു. ഹാപ്പി ആനിവേഴ്സറി. ആണ് എന്ന് എനിക്കറിയില്ല. എനിക്ക് നല്ല നിനക്ക് എഴുതിയ തെറ്റിപ്പോയതാ. എനിക്കറിയില്ല. ബട്ട് യു ആർ മൈ ലൈഫ്, യു ആർ മൈ ലവ്, യു ആർ മൈ സോൾ ആൻഡ് എവരിത്തിങ് എല്ലോ. പോടാ. ഒരു ചെറിയ ക്ലൂ തരാം. പുതിയ ഷൂ ഒക്കെ ഒന്ന് വൃത്തിയാക്കി വെച്ചൂടെ? വൃത്തിയാക്കളയാം. എന്താ പുതിയ ഷൂ ഇവിടെ ഉണ്ടോ? ഞാൻ അറിയാതെ ഈ ഇടയ്ക്ക് സാധനം ഒളിപ്പിക്കുന്നത് എവിടെ? അത് എൻ്റെ പാൻറ്റിൻ്റെ പോക്കറ്റിലാണല്ലോ ഞാൻ സാധാരണ. അത് വെക്കണ്ടാക്ക, പിന്നെ വെക്കാം. ഇത് വീഡിയാണ് പാൻറ്റിൻ്റെ അകത്ത് എൻ്റെ ഒരു പാൻറ്റ് മിസ്സാണല്ലോ ഇവിടുന്ന്. ഇവിടെ ഇല്ല. അതൊന്ന് ഇങ്ങോട്ട് നിൽക്ക് നോക്കട്ടെ. ഞാൻ ലെറ്റർ മാത്രമല്ല, ടിനുവിൻ്റെ റൂമിൽ നിന്നല്ല, ഇത് മലയാളം വായിക്കണം കൂടെ. ടിനുവിൻ്റെ റൂമിൽ നിന്ന് വെള്ളം വരുന്നുണ്ടോ? മേക്കപ്പ് ഐറ്റം ഒക്കെ തീർന്ന് ഒന്ന് വാങ്ങിത്തരുമോ? എന്തൊക്കെയാ തീർന്ന് നോക്കണം. നിങ്ങൾക്കെല്ലാം ഞാനിത് സർപ്രൈസ് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? നിങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പായുന്നല്ലോ. ഇത് ഞാൻ ചെയ്ത് നിങ്ങൾ കണ്ടിക്കില്ലേ ഈ കള്ള? ഞാൻ ഇങ്ങനെ കണ്ടിക്കില്ലേ? അതന്നെ, അതുകൊണ്ട് ഞാൻ എത്ര പണിപ്പെട്ട് പറയാം നിങ്ങൾ ഇവിടെ ഒഴിവാക്കാൻ. മോളെ ബുദ്ധിമുട്ടിക്കാതെ ഒരു ഉമ്മ കൊടുത്ത് അവളുടെ പില്ലോ ഒന്ന് നോക്കാമോ? അവിടെ ഇരുന്നോട്ടെ, അവിടെ നമുക്ക് ഓപ്പൺ ചെയ്യാമല്ലോ. ബെഡൊന്ന് ഓപ്പൺ ചെയ്യുമെങ്കിൽ ഞാനുണ്ടാവില്ല വീഡിയോയിൽ. ഇവിടെ ചെയറിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാം. ഓ തീർന്നു. ഹാപ്പി ആനിവേഴ്സറി പറ പപ്പേനോട്. ഹാപ്പി ആനിവേഴ്സറി. ഹാപ്പി ആനിവേഴ്സറി പപ്പേ. ഞാൻ കഷ്ടപ്പെട്ട്, നിങ്ങൾ നേരത്തെ തേങ്ങ പൊളിക്കുന്നേരം ഞാൻ കൈയൊക്കെ മുറിയാ. അതൊക്കെ ഉറക്കെ വായിക്കും. എൻ്റെ ഫീലിങ്സ് ഒക്കെ അത് വായിക്കണ്ട. മറ്റേത് നീ ഇല്ലാതെ ഞാനില്ല ബി. അത് ഇവിടെ തന്നെ വന്ന് നോക്കാേ. നിങ്ങൾക്ക് അറിയാലേ കള്ള.
അലമാരിന്റെ മുകളിൽ നമുക്ക് ഇവിടെ അങ്ങോട്ട് നോക്കിയാൽ മതി. നോക്കി പുതിയല്ലേ ആനിവേഴ്സറി ആശുപത്രിയിലായിരിക്കും. ആ പൊട്ടിച്ചാളല്ലേ. ഐസ് എന്താന്നാ ഒരു ഒരു നാരങ്ങ മിഠായി പോലും എനിക്ക് വാങ്ങിച്ച പൊട്ടിക്കല്ല ബിയറിഞ്ഞ്. അത് ഉറക്കം വായിക്കണേ. ഡിയർ വിനോയുടെ ഹാപ്പി ആനിവേഴ്സറി. എത്രയൊക്കെ ദേഷ്യപ്പെട്ടാലും മടിയിട്ടാലും എന്തൊക്കെയോ വായിൽ തോന്നുന്നത് വിളിച്ചു പറഞ്ഞാലും നീ ഇല്ലാതിരിക്കാൻ പറ്റില്ല. ഒത്തിരി സന്തോഷവും സങ്കടവും ദേഷ്യവും പിണക്കവും നിറഞ്ഞ് ഈ 6 വർഷങ്ങൾ പോലെ ഇനിയും കുറേ കാലം എന്നെ സഹിച്ചൂടെ. ലവ് യു മൈ ഡിയർ അസൂ. സ്നേഹം നിന്നോടുള്ള സ്നേഹവും നിന്നോടുള്ള കെയർ കൺസേണൊക്കെയാണ് ഞാൻ പലപ്പോഴും കാണിക്കുന്നത്. ഒരു ബെസ്റ്റ് ഫ്രണ്ടായി എൻ്റെ അച്ഛൻ്റെ ഒന്നര പോലെ എൻ്റെ അനിയൻ എന്നോട് തല്ലുകൂടിയ പോലെ എൻ്റെ അമ്മ എന്നോട് തമാശ പറഞ്ഞ പോലെ കൂട്ടത്തിൽ എൻ്റെ അമ്മയുടെ ഉപദേശം പോലെ അവരെ പോലെ ഇന്നും നീ ഉണ്ടാവണം എന്ന ആഗ്രഹത്തോടെ പ്രാർത്ഥനയോടെ നിങ്ങൾ സ്വന്തം മതി. ലവ് യു മൈ ഡിയർ. ലവ് യു ടു മൈ ഡിയർ. വാ നമുക്ക് ഓപ്പൺ ചെയ്യാലോ ഗായ്സ്. കുറേ സർപ്രൈസ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിരുന്നു. എനിക്കറിയില്ല അത് പുള്ളി അറിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത്. ഓപ്പൺ ചെയ്തു. ഞാൻ എന്നെ കൊണ്ടാകുന്ന പോലെ മോളെ ഹാൻഡിൽ ചെയ്യണം, പുള്ളീനെ ഹാൻഡിൽ ചെയ്യണം, പുള്ളി ഇങ്ങോട്ട് വരാതിരിക്കണം, അങ്ങനെയൊക്കെ ഇടപെടിന്ന് ചെയ്തതാണ്. എക്സ്പെൻസ് ഒന്നും വിചാരിക്കരുത്. കുഞ്ഞു കുഞ്ഞു ഗിഫ്റ്റുകളാണ്. ഒരു ഹൗസ് വൈഫായിട്ടുള്ള എൻ്റെ കയ്യിൽ എത്ര സേവിങ്സ് ഉണ്ടാവുന്നു, പുള്ളി തരുന്നതിൽ നിന്ന് മിച്ചം പിടിച്ചിട്ട് ഒരു കുഞ്ഞു കുഞ്ഞു ഗിഫ്റ്റുകൾ വാങ്ങിയെന്നുള്ളൂ, എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടി മാത്രം. അപ്പോൾ എന്തായാലും ഹാപ്പി ആനിവേഴ്സറി. എന്നും എൻ്റെ കൂടെ ഉണ്ടാവും സന്തോഷത്തോടെ. എന്താ കുഞ്ഞു 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 അവിടെ കൊടുക്കട്ടെ. ഇതൊക്കെ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളാട്ടോ ഞാൻ മേടിച്ചിട്ടുള്ളത്. വലിയ വലിയ ഗിഫ്റ്റൊന്നുമില്ല. ഞങ്ങൾ ഒരു 4 വർഷം ഞങ്ങളിങ്ങനെ റിസോർട്ടിലും ട്രിപ്പും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ 2 വർഷം കുഞ്ഞുവാവ ഉള്ളതുകൊണ്ട് ഞങ്ങളങ്ങനെ ഒന്നും പുറത്തൊന്നും പോയിട്ടില്ല. അപ്പം ചെറിയ ചെറിയ ഗിഫ്റ്റൊക്കെ കൊടുത്ത് സർപ്രൈസ് ചെയ്യാമെന്ന് വിചാരിച്ചു. സർപ്രൈസ് അല്ല, എൻ്റെ ഒരു സന്തോഷം. ഞാൻ പുള്ളി ഇല്ലാതെ അതൊക്കെ ഉറക്കെ പറവിന്നാല് ഫേവറേറ്റ് ആണെന്ന് ഞാൻ അറിയില്ലല്ലോ. ഫേവറേറ്റ് പാർക്കർ എന്നല്ല, ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഫൗണ്ടൈൻ പെൻ എപ്പോഴും ഫേവറേറ്റ് ആണ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ദിസ് ബോൾ പെൻ. അയ്യോ ഞാൻ അങ്ങനെ ഒന്ന് നോക്കി ഗൈസ്. ഇതാണ് ഗിഫ്റ്റ് കൊടുത്താലും പിന്നെ അൺഫോർച്ചുനേറ്റ്ലി ഇവൻ ഡയലോഗാണ്. ഞാൻ അങ്ങനെ ഓർത്ത് വാങ്ങിയതല്ല. ഞാനിങ്ങനെ അവിടെ ഷോപ്പെന്ന് പറഞ്ഞു, അഡ്വക്കേറ്റാണ് ഹസ്ബൻഡ്. അപ്പം ഒരു പെൻ എന്തായാലും ഗിഫ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് വാങ്ങിയത്. പാർക്ക് നല്ല കമ്പനി വേണമെന്ന് പറഞ്ഞപ്പോൾ അവർ തന്നതാണിത്. ലിപ് ക്രീമിൻ്റെ അത് ബോട്ടിൽ മാത്രമേ ഉള്ളൂ, അത് പെട്ടി മാത്രമേ ഉള്ളൂ. എന്താ നിങ്ങൾ ഗസ് ചെയ്യൊന്നും വേണ്ട. പെർഫ്യൂമിൻ്റെ ആളാണ് ഇത്. ഈ സാധനം നോക്കിയോ 2 ദിവസത്തേന് മാത്രമേ ഉണ്ടാവുള്ളൂ. അത്രയും എനിക്ക് അടിക്കേണ്ടത്. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? ഈ ജോടെയാണ് ഇഷ്ടപ്പെട്ടു. അവിടെ ഇത്തിരി സ്നേഹത്തോടെ ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറയടാ. ഗൈസ് ഞങ്ങൾ ഒരുമിച്ച് പഠിച്ച ആളുകളാണ്, ഡിഗ്രി ഒരുമിച്ച് പഠിച്ചതാണ്. പക്ഷേ ആ സമയത്ത് ഞങ്ങൾ എനിമീസ് ആയിരുന്നു. പിന്നെ കോഴ്സൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ നാട്ടിൽ വന്നതിന് ശേഷം, അതായത് കുറേ വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ കണ്ടു, മിണ്ടി, സപ്പോർട്ട് ചെയ്തു, സ്നേഹിച്ചു. കല്യാണം ഒരു പെണ്ണ് വാങ്ങുമ്പോൾ എന്തായാലും ഒരു പെണ്ണിൻ്റെ സ്റ്റാൻഡ് വാങ്ങണമെന്ന് അവിടുത്തെ ചേച്ചി പറഞ്ഞതാണ്. മീൻസ് ഗിഫ്റ്റിൻ്റെ ഷോപ്പിൽ. അതെ അതെ, അത് കുഴപ്പമില്ല. ഞാൻ പറഞ്ഞിരുന്നു എനിക്ക് കുറേ ഗിഫ്റ്റ് വാങ്ങണം, കുഞ്ഞു കുഞ്ഞു ഗിഫ്റ്റുകൾ. അപ്പം എന്നോട് പറഞ്ഞു കേസിന് എന്തെങ്കിലും ടെൻഷൻ വരുമ്പോൾ ബോറടിക്കുമ്പോൾ ഒക്കെ ഈ സാധനം ഇങ്ങനെ കാട്ടിയാൽ മതി. എന്താ അല്ല, പേഴ്സിൻ്റെ കവറാണ്. പക്ഷെ വെയിറ്റ് ഉണ്ട്. ബോക്സിൻ്റെ വെയിറ്റ് ആണോ ഗിഫ്റ്റിൻ്റെ വെയിറ്റ് ആണോ?
ബെൽറ്റ് ബോക്സിൻ്റെ പേര്. ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ ഗിഫ്റ്റൊന്നും കാണുന്നില്ല ബേ. ബെൽറ്റ് ഏതോ ഒരു കമ്പനി. അത് പൊട്ടിക്കണ്ടിരുന്നാലേ ബക്കിൾ നോക്കാനാ. എന്താ നോക്കിയതാണ് ബക്കിൾ അങ്ങനെയുള്ളത്. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് ഫോട്ടോ ഫ്രെയിം. ഫോട്ടോ ഫ്രെയിം തന്നെയാണ്. ബാക്ക് പൊട്ടിക്കാം. ഫ്രണ്ട് എന്താണെന്ന് നോക്കാറുള്ളതാണ്. ഓഹോ, 1% ഞാൻ പൊട്ടിച്ച വാർത്തകളുള്ളത്. ഏറ്റവും വലിയ ഗിഫ്റ്റാണ് ഞങ്ങളുടെ മോള്. അപ്പം ഞങ്ങൾ മാത്രമുള്ള ഒരു ഫോട്ടോ ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചില്ല. സോ ഞാനും എൻ്റെ ഹസ്ബൻഡും എൻ്റെ മോളും ഉള്ളൊരു ഫോട്ടോ ആണത്. അതെ, സുന്ദരനായ എൻ്റെ ഹസ്ബൻഡും സുന്ദരിയായ എൻ്റെ മോളും പിന്നെ ഞാനും. താങ്ക് യു മാത്രമേ ഉള്ളല്ലേ. ഒരു ഉമ്മ തന്നു. അപ്പോൾ ഗൈസ് ബൈ. ടാറ്റാ.